മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, കള്ള കണ്ണീരും കാണിച്ച് സഹതാപം പിടിച്ചു പറ്റാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ ആട്ടിവിടുകയാണ്. ഈ സമയം ലേഖ പറയുകയാണ്, മഞ്ജുവിന്റെ വായിൽ നിന്നും കയ്യിൽ നിന്നും ഇനിയും വാങ്ങിക്കൂട്ടാതെ ഇറങ്ങിപ്പോ കരുണെ. അങ്ങനെ കരുണയാവട്ടെ മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട്. മഹിക്കാണെങ്കിൽ കരുണയോട് ചെറിയൊരു സിമ്പതിയൊക്കെ തോന്നുകയാണ്. അങ്ങനെ വാതിൽക്കൽ പോകുന്ന സമയത്തും കരുണ തിരിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ. ഈ സമയം ലേഖയാണെങ്കിൽ അവൾ പോയതിനു ശേഷം മഹിയോട് പറയുന്നുണ്ട്, ദേ മഹി ഒന്നും തോന്നരുത്, ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം. പിന്നെ നിനക്കിനി അവളോട് എന്തെങ്കിലും സിമ്പതി തോന്നുകയാണെങ്കിൽ അതൊന്നും വേണ്ട. അവളെ ഇവിടെ വന്ന് കളിച്ചിട്ട് പോയതൊക്കെ നാടകമാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എടത്തി ഒരു കാരണവശാലും അവളോട് കരുണ കാണിക്കരുത്. കാരണം അവളിപ്പോ ഇവിടെ വന്ന് നടത്തിയതൊക്കെ തന്നെ അവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു ഷോ മാത്രമാണ്. അതുകൊണ്ട് ഏട്ടത്തി ഇനിയെങ്കിലും അറിഞ്ഞു പെരുമാറിയിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ ഉപദേശിക്കുന്നു. പിന്നീട് മുത്തശ്ശി ആവട്ടെ കരുണയെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ എന്തായെന്ന് ചോദിക്കുമ്പോൾ കരുണ ദേഷ്യത്തോടെ അവളുടെ കവിളിലേക്ക് കൈ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നോക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. അയ്യോ മോളെ ആര് തല്ലിയത്? ആര് തല്ലാൻ? ഒരു കാലത്ത് എന്നോടൊപ്പം നിന്ന എന്റെ നാത്തൂൻ തന്നെ, ആ മഞ്ജു. അയ്യോ അവളുമാരെന്തിനാ മോളെ തല്ലിയത്? മോൾ അവരോടൊക്കെ ക്ഷമ പറയാൻ വേണ്ടി പോയതല്ലേ? ആ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ പോയത്, അല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മോഹിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അങ്ങനെ എടി മോഹിനി കണ്ടില്ലേ, എന്റെ മോളെ അവളുമാരെല്ലാവരും ചേർന്ന് തല്ലി. അങ്ങനെ മോഹിനിക്കാണെങ്കിൽ ആ ഒരു പാട് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. മോളിപ്പോ ആരാ തല്ലിയേ? അത് ആ മഞ്ജു. മോൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോവാൻ പോയത്? മഞ്ജുവും ലേഖയൊക്കെ തന്നെ നിന്നോട് നല്ല കലിപ്പിലാണ്. അവിടേക്ക് ഇപ്പോൾ ഒന്നും ചെല്ലാത്തതാ നല്ലത്. പിന്നെ മോൾ ഇവിടെ തന്നെ ഇരിക്കാനോ? ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഉണ്ണിയോടൊപ്പം ഇനി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളെ അങ്ങോട്ട് വിട്ടയച്ചത്. എന്നിട്ടിപ്പോ എന്റെ മോളെ അവിടെ നിന്ന് തല്ലി ഇറക്കി വിട്ടിരിക്കുന്നു എന്നെയാണ് മുത്തശ്ശി പറയുമ്പോ, പ്രസവം വരെ കരുണ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലതമ്മേ. ഇനി അങ്ങോട്ട് പോവണ്ട. അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ മൂത്ത മോൾ മാത്രം ഭർത്താവും കുട്ടിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക. എന്റെ മോൾ ഇവിടെ ആരുമില്ലാതെ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഈ തറവാട്ടിലങ്ങനെ ഇരിക്കണം എന്നാണോ നീ പറയുന്നേ? എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോ, അത് പിന്നെ ഇതിനുള്ള ചോദ്യത്തിന് ഇതിനുള്ള മറുപടി ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കറിയാം. കരുണ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ കണ്ണൻ ഒരുപക്ഷെ പ്രതാപനെ ജയിലിലേക്ക് അയക്കില്ലായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും കണ്ണൻ ക്ഷമിച്ചു. പക്ഷെ കരുണയാണ് ഇവിടെ തെറ്റ് ചെയ്തത്. എന്തിനാ എന്റെ മോളെ സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെ ഇടാൻ പോയത്? അതുകൊണ്ടല്ലേ കണ്ണൻ ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടും കരുണയെ എന്തുകൊണ്ടെന്നറിയോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാതിരുന്നത്? എന്റെ മഹിമോളുടെ ഒറ്റ ശുപാർശ കൊണ്ട്. മഹാലക്ഷ്മി പറഞ്ഞിരുന്നു അനിയത്തിയായിട്ടുള്ള കരുണയെ ഒന്നും ചെയ്യരുതെന്ന്. എന്റെ മോൾക്ക് നല്ല ബോധമുണ്ട് മഹാലക്ഷ്മി കരുണയുടെ ചേച്ചിയാണെന്നും കരുണ മഹാലക്ഷ്മിയുടെ അനിയത്തിയാണെന്നും. പക്ഷെ ആ ബോധമില്ലാത്തത് ഈ നിൽക്കുന്ന അമ്മയുടെ മോൾക്കാണെന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് മുത്തശ്ശി പറയാണ്, അത് പിന്നെ മോഹിനി നീ അതൊക്കെ ഒന്ന് വിട്ട് കളയി. പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇനി ഓരോന്ന് കുത്തിപ്പൊക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ മോള് നിന്റെ വയറ്റിൽ ജനിച്ചതല്ലേ, അവൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? നമ്മളിപ്പോ പ്രഷർ കൊടുത്തില്ലെങ്കിലേ ആ ഉണ്ണി അങ്ങനെയുള്ള ഒരുത്തനാണെന്നൊക്കെ പറയുമ്പോ, എന്തിനാ അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ജീവിക്കുന്നേ? അവന് വേണമെങ്കിൽ അവന്റെ ഭാര്യയെയും കുട്ടിയെയും കാണാനായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ. പിന്നെ ഇവള് ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കൂല, അതിനു വേണ്ടിയിട്ട് കടനോട് ചെന്ന് ശുപാർശ ചെയ്യൂല എന്നൊക്കെ പറയുമ്പോ, മോഹിനി നീ അങ്ങനെ വിട്ട് കളയല്ലേ. കടന് നീ എന്ന് വെച്ചാ ജീവനല്ലേ. നീ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല, അവളോട് എന്തെങ്കിലും കരുണ കാണിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോ കരുണ പറയുന്നുണ്ട്, അമ്മ എന്താ മൂത്തമോള് തെറ്റ് മാത്രം മറച്ചു വെക്കുന്നേ? അമ്മയുടെ മൂത്തമോള് എന്നെ കൊണ്ട് വീട്ടുജോലിയൊക്കെ ചെയ്ത് എന്നെ പണിയിപ്പിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇത്തരം ഒരു ക്രൂരത കാണിച്ചെന്ന് ചോദിക്കുമ്പോ, പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് വീട്ടുജോലികളൊക്കെ, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും. ആൺകുട്ടികൾക്ക് പോലും എല്ലാ ജോലികളും അറിയാം. പക്ഷെ നിനക്ക് മാത്രം എന്തുകൊണ്ട് ഒന്നും അറിയുന്നില്ല? അങ്ങനെ എന്റെ മോള് നിന്നെ വീട്ടുജോലികൾ പഠിപ്പിച്ചതിന് ഒരു പെൺകുട്ടി ചെയ്യേണ്ട പ്രവൃത്തിയാണോ നീ മഹാലക്ഷ്മിയോട് ചെയ്തത്? എന്തായാലും ഒരു കാര്യം മുത്തശ്ശിയും മോളും കേട്ടോ, ഞാൻ എന്തായാലും കണ്ണനോട് ഇക്കാര്യവും പറഞ്ഞ് ചെല്ലില്ല. എന്താന്ന് വെച്ചാ വരുന്നത് പോലെ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ആ അവളുടെ വേദാന്ത ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട്. മോളെ നീ ഇനി മുത്തശ്ശി പറയുന്നത് കേക്ക്. എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ കാല് പിടിച്ച് അവിടേക്ക് കയറി ചെന്നേ മതിയാകും. മോള് ഇരിക്കുന്നിടത്ത്, അത് അകത്തായാലും പുറത്തായാലും ഉണ്ണിക്കൊപ്പം മാത്രമേ ഇരിക്കാൻ പാടൂ. ഞാൻ പറഞ്ഞത് കമലേശ്വരത്തിനുള്ളിലാണെങ്കിലും അതുപോലെ കമലേശ്വരത്തിന് പുറത്താണെങ്കിലും ഭർത്താവായിട്ടുള്ള ഉണ്ണി മോളുടെ കൂടെ ഉണ്ടാവണം. മോൾ ഒരിക്കലും അനാഥയായി പോകരുത്. മുത്തശ്ശി പറഞ്ഞത് മനസ്സിലായല്ലോ. അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ മോള് വീണ്ടും വീണ്ടും തുടങ്ങിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. കരുണയ്ക്കാണെങ്കിൽ അത് വല്ലാത്തൊരു അടിയായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇനിയും അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നാണം കെട്ട് കെഞ്ചാരെന്നുള്ള മാനസികാവസ്ഥ ഇല്ല.
അതുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നു. ഈ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ ലേഖയാണെങ്കിൽ കണ്ണന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. പണ്ട് കണ്ണേട്ടനെയും അനന്തവേട്ടനെയും ആക്സിഡന്റിൽ പെട്ട ആ ബൈക്കിൽ കണ്ണേട്ടന്റെ അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുമായിരുന്നു. അനന്തവേട്ടന്റെ പിറന്നാൾ ദിവസത്തിലെല്ലാം കണ്ണേട്ടന്റെ അച്ഛൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെയായിരുന്നു അനന്തവേട്ടന്റെ വീട്ടുകാർ കണ്ണേട്ടനോടും. പണ്ട് മുതലേ രണ്ടു വീട്ടുകാരും പരസ്പരം നല്ല ബന്ധത്തിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അനന്തവേട്ടൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നോടും ഈ കഥകളൊക്കെ പറയാറുണ്ടെന്നും കണ്ണേട്ടനും തന്നോടും ഈ കഥകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ മഹി പറയുകയാണ്. അങ്ങനെ ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ച സമയത്ത് കണ്ണേട്ടന് ഒരു നോക്ക് പോലും കാണാൻ സാധിച്ചില്ല. അന്ന് കണ്ണേട്ടൻ ICUലായിരുന്നു കുറച്ച് മാസങ്ങൾ. അനന്തവേട്ടനാണെങ്കിൽ അച്ഛന്റെ തലയ്ക്ക് മുകളിലിരുന്ന് ഒരുപാട് കരഞ്ഞു എന്നൊക്കെയാണ് പറയാറുള്ളത്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് എന്നോട് അതൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് ലേഖ സങ്കടപ്പെടുന്നു. ഈ സമയം അവിടേക്ക് മോഹിനി വരികയാണ്. ആഹാ, അമ്മ വന്നല്ലോ. ആ, ഞാൻ വന്നു മോളെ. പിന്നെ അമ്മയുടെ മോളിങ്ങോട്ട് വന്നിരുന്നു. അമ്മ കണ്ടോ? ഞാൻ കവളത്തൊരു പാടക്കാക്കിയിട്ടാ വിട്ടിരിക്കുന്നത് എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ, ഞാൻ കണ്ടു മോളെ. അവിടെ വന്ന് അതിന്റെ പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവളും അവളുടെ മുത്തശ്ശിയൊന്നും നന്നാവുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അമ്മ എന്നോട് ക്ഷമിക്കണം. കാര്യം ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ തല്ലിപ്പോയതാണ്. എന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോൾക്ക് ഇതെങ്കിലും ഞാൻ കൊടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, സാരല്ല മോളെ, അവളത് അർഹിക്കുന്നുണ്ട്. മാത്രമല്ല എന്നോട് തിരിച്ചു വിളിക്കാനായിട്ട് ശുപാർശയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ലേഖ പറയുകയാണ്, അമ്മയെ എന്തായാലും ഇനി സ്വാധീനിക്കാനായിട്ട് നോക്കുമെന്ന്. എന്തൊക്കെയായാലും ഇനി കണ്ണൻ പറയാതെ ഒരു കാരണവശാലും കമലേശ്വരത്തിലേക്ക് കരുണയ്ക്ക് തിരികെ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശിയും കൊച്ചുമോളും ഒന്ന് പേടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അവര് പേടിക്കണമേ. കാരണം അത്രയ്ക്കും വലിയ ക്രൂരതയല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ കരുണയ്ക്ക് നന്നാവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അവൾ നന്നായില്ല. ഇനി ഒട്ടും നന്നാവാനും പോകുന്നില്ല. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, നൂലുകെട്ട് കഴിഞ്ഞാൽ ഏടത്തിക്കും കുഞ്ഞിനും കമലേശ്വരത്ത് പോയിട്ട് സമാധാനത്തോടെ ജീവിക്കേണ്ടതാണ്. അപ്പൊ ആ സമയത്ത് അവൾ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഏടത്തിക്കും കുഞ്ഞിനും അവിടെ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അവള് അവിടേക്ക് കയറാത്തതിന് നല്ലതെന്നൊക്കെ പറയുകയാണ്. ഉണ്ണിയേട്ടന്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന എന്റെ ഒരു വിശ്വാസം എന്നൊക്കെ മഞ്ജു പറയുന്നു. അങ്ങനെ ലേഖ പറയാണ്, അമ്മ എന്തായാലും വന്നില്ലേ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന്. ആ, ലേഖേച്ചി ഞാനും വരുന്നുണ്ട്. ഞാൻ സാഗരേട്ടനോടൊപ്പം ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് മഞ്ജുവും ലേഖയും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം മഞ്ജു ഒന്നുകൂടി മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം. കരുണ അർഹിക്കുന്നത് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ. അതൊന്നും സാരല്ല മോളെ, അവൾക്കത് കിട്ടണമെന്ന് പറഞ്ഞ് മഞ്ജുവിനെ ആശ്വസിപ്പിക്കുകയാണ് മോഹിനി. അങ്ങനെ അവർ രണ്ടുപേരും പോയതിനു ശേഷം മഹാലക്ഷ്മിയോട് മോഹിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട് മോളെ. അവളുടെ അടുത്ത് ഇരിക്കണമെന്നുണ്ട്. പക്ഷെ എന്തോ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അവൾ നന്നാവുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് അവൾ എന്നോട് വന്ന് കെഞ്ചിയപ്പോ എന്റെ മനസ്സൊന്ന് പാളിപ്പോയമ്മേ. ഇനിയിപ്പോ കണ്ണേട്ടൻ ഒരിക്കലും കണ്ണേട്ടന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ അകത്ത് കയറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഉണ്ണി, അവന്റെ കാര്യം അത്ര വലിയ ഉറപ്പില്ല. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും കരുണയെ സ്വീകരിക്കുമായിരിക്കും. പിന്നെ കണ്ണേട്ടന്റെ അച്ഛന്റെ കൊന്ന സത്യം അറിഞ്ഞതിന് ശേഷം മഞ്ജുവിന്റെ അമ്മയ്ക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സമാധാനമുള്ള വീട് ഈ ലോകത്ത് ഉണ്ടാവില്ലമ്മേ. അത്രയ്ക്കും നല്ലൊരു തറവാടായിട്ട് കമലേശ്വരം മാറുമെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ അവളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ആദിയുണ്ടെന്നൊക്കെ മോഹിനി പറയുന്നു. അങ്ങനെ മഹി വീണ്ടും പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ രണ്ടാനമ്മ ഒരിക്കലും ഇനി അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്നൊക്കെ. അങ്ങനെ ദുർഗയാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കണ്ണന്റെ കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. കണ്ണൻ ആ കാഴ്ച കണ്ടുകൊണ്ട് അകത്തേക്ക് വരികയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ, എന്നോട് ക്ഷമിക്കടാ, ഈ അമ്മയോട് ക്ഷമിക്ക്. എന്തിനാ ഈ കണ്ണീര്? ഈ കണ്ണീരിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടടാ മോനെ. കോടതിയിൽ മുറി വെച്ച് ഞാൻ അത്രയ്ക്കും തകർന്നു പോയി. ഒരിക്കലും ഞാൻ കരുതിയില്ല എന്റെ ആങ്ങള എന്ന് പറയുന്നവൻ എന്നോട് ഇത്ര വലിയ ചതി ചെയ്യുമെന്ന്. ആങ്ങള മാത്രമല്ല വിഷം, ആങ്ങളയുടെ ഭാര്യയും മകനും മകളും ഒക്കെ വിഷം തന്നെയാണ്. കാരണം എന്റെ അച്ഛനെ ആദ്യം അവര് കൊന്നു. അതിനുശേഷം ഞാനും മഹിയും അകന്നെന്ന് കരുതി ആങ്ങളയുടെ മോളെ ഇങ്ങോട്ട് വിട്ടയച്ചു എന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട്. അങ്ങനെ എന്തൊക്കെ ചതികളാ നിങ്ങളുടെ ആങ്ങള ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ആരെയും ഞാൻ ഇനി അടുപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ആ 2 കൊലയാളികൾക്കും ഞാൻ വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. വേണം മോനെ, വേണം. നിന്റെ അച്ഛനെ കൊന്ന ആ 2 പേരെയും വെറുതെ വിടരുത്. എനിക്കിനി അങ്ങനെ ഒരു കുടുംബമില്ല. അവരായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇനി ദുർഗ മരിക്കുവോളം എനിക്ക് അത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് സ്നേഹിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ ഭാര്യയും പിന്നെ
നല്ല സുഹൃത്തുക്കളും കിട്ടി. ഞങ്ങളെ ഒരുപാട് തവണ ദ്രോഹിക്കാനായിട്ട് അവർ നോക്കി. ദൈവം ഉണ്ടമ്മേ. അതുകൊണ്ടാണ് അന്ന് ആ ആക്സിഡന്റിൽ സാക്ഷിയായിട്ടുള്ള 5 വയസ്സുകാരി മഹിയെ എനിക്ക് വേണ്ടി പ്രായപൂർത്തിയായപ്പോൾ എൻ്റെ കൈകളിലേക്ക് ദൈവം ഏൽപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അമ്മയ്ക്ക് മനസ്സിലായടാ. ഇനി നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ പറച്ചിലിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് മോനെ, ഉണ്ട്. കാരണം നിന്റെ അച്ഛനെ കൊന്നവരെ എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാനോ സാധിക്കില്ല. നിനക്കറിയോ മോനെ, ഞാൻ നിന്റെ അച്ഛന്റെ ആലോചന വന്നപ്പോൾ 2ാം കെട്ടുകാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. ഈ പറയുന്ന എൻ്റെ ആങ്ങളെയായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും സ്വാധീനിച്ച് നല്ല മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കല്യാണം നടത്തിയത്. കല്യാണത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയതാ ഈശോട്ടനെ പോലെ ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ നീയടക്കം എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിശോട്ടിന്റെ ജീവൻ അവൻ എടുത്തത്. അങ്ങനെയുള്ള അവനോട് ഞാൻ എങ്ങനെയാ മാപ്പ് കൊടുക്കുക? ഒരിക്കലും ഇല്ല മോനെ. ഇനി അമ്മയെ വിശ്വസിക്ക്, നിങ്ങൾക്കൊപ്പം ഞാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഉണ്ണി വരികയാണ്. ഇവന്റെ തീരുമാനം എന്താ? ദേ, നീ ഇനി കരുണയെ തിരികെ വിളിക്കുന്നുണ്ടോ? അങ്ങനെ വിളിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ. നിനക്ക് സ്വത്തുക്കളുള്ള അമ്മായച്ചനെയാണ് ബഹുമാനവും അതുപോലെ സ്നേഹവും. ഇനി അയാൾ പാപ്പരാവാൻ പോവുകയാണ്. കാരണം നമ്മുടെ അച്ഛനെ കൊന്നതിന്റെ നഷ്ടപരിഹാരം തരാൻ പ്രതാപന് ഒരിക്കലും സാധിക്കില്ല. അയാളുടെ സ്വത്തുക്കൾ തികയില്ല. അതുകൊണ്ട് ഒന്നോർത്തോ, കരുണയെ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അവൾ ഇനി ഒരു തെറ്റുകൂടി ചെയ്താൽ ഉറപ്പായിട്ടും അവളെ മാത്രമല്ല നിന്നെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ കൊലയാളിയുടെ മകളെ എൻ്റെ മരുമകളായിട്ട് എനിക്കിനി വേണ്ട. അവളുടെ മുത്തശ്ശി ഇവിടേക്ക് ശുപാർശയുമായിട്ട് വന്നിരുന്നു. ഞാൻ അവരെ ആട്ടിവിടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. പക്ഷേ അവളെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, അവളുടെ മുത്തശ്ശി വീടും പറമ്പും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ അവളെ വേണ്ട എന്ന് വെക്കുന്നതെന്നൊക്കെ അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട്. എടാ മോനെ, നീ എന്ത് ചിന്തിക്കുന്നത്? എടാ, നമുക്ക് ആ കരുണയെ വേണ്ട. അവള് ജീവിക്കുകയോ മരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അത് പിന്നെ അവളുടെ വയറ്റിൽ എൻ്റെ ഒരു കുഞ്ഞില്ലേ എന്ന് കരുതിയിട്ട് അവള് കുഞ്ഞിനെ പ്രസവിച്ച് അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ ഒരിക്കലും അവളെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഉണ്ണിക്കാണെങ്കിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ, കരുണയെ തിരിച്ചു വിളിക്കുക, മുത്തശ്ശിയുടെ വീടും പറമ്പും സ്വന്തമാക്കുക. അങ്ങനെ മാർക്കോയാവട്ടെ സാഗറിനെയും മഞ്ജുവിനെയും കൊണ്ട് ഒരു വീട്ടിലേക്ക് വരികയാണ്. എന്താ മാർക്കോ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ, ദേ ഈ താക്കോല് കണ്ടോ, ഇത് കണ്ണൻ സാറ് എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറയുകയാണ്. എന്തിന്? ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റാണ്. എന്നെ കണ്ണൻ സാറ് കുറച്ചു മുന്നേ വിളിച്ചിരുന്നു, മാർക്കോയ്ക്കൊപ്പം ചെല്ലാൻ പറഞ്ഞിരുന്നു. ആ, അതന്നെ പറഞ്ഞത്. ഈ താക്കോല് അങ്ങ് വാങ്ങുക, ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ അതങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ജുവിനും സാഗറിനും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും ആ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് മാർക്കോ. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.